പിറന്നാൾ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥികൾ വരണം എന്നാണ് അത്രേ പറയുക. ഞാൻ എന്തായാലും ഈ ഒരു ചൊല്ല് ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. അമ്മയും ഉണ്ണിമോളച്ചും കൂടി പറഞ്ഞു തന്നതാണേ. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയേ. അപ്പം ഞങ്ങൾ അതിഥി ഒരാൾ തലേ ദിവസം ഒരാൾ പിറ്റേ ദിവസം ആട്ടോ വന്നത്. തലേ ദിവസം വന്നതാണ് സിനി ചേച്ചി. അതായത് നമ്മളെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തേങ്ങ ചിരകുന്ന ഒരാളെ കണ്ടോ, അതാണ് സിനി ചേച്ചി. പിറ്റേ ദിവസമാണ് ബബി ചേച്ചി വന്നിട്ടോ. രണ്ടും ഉണ്ണിമോളച്ചിൻ്റെ ചേച്ചിമാരാണ്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ ഏകദേശം റെഡിയാക്കി അപ്പൂസിന് ഇലയൊക്കെ ഇട്ട് ചോറ് കൊടുക്കാട്ടോ. ഞങ്ങളെ ഈ ഭാഗത്തേക്ക് പിറന്നാൾ ദിവസം വെജിറ്റേറിയൻ ഫുഡാട്ടോ കൊടുക്കുക, അതായത് സദ്യ തന്നെ. ഞങ്ങൾ എല്ലാ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും കുറച്ചേച്ചേ ആക്കിയിട്ടേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ഓവർ ഇഷ്ടമൊന്നുമില്ല, മക്കൾ തീരെ കഴിക്കൂല കേട്ടോ. അവർക്ക് വെജിറ്റേറിയനേക്കാളും ഇഷ്ടം നോൺ വെജ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പായസം കൊടുത്തപ്പോൾ വിചാരിച്ച് പിന്നെയും എന്തോ എരിവുള്ള ഫുഡാണോ അവന് കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ ആദ്യം കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ലേ. പിന്നെ ഒരുവിധം ഞാൻ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത്. ഞങ്ങളിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാം കേട്ടോ, എൻ്റെ അമ്മ ആദ്യമൊക്കെ എൻ്റെ ഉണ്ണിറ്റാൻ്റെയും ബർത്ത്ഡേ ഒക്കെ മറന്നു പോകും ചില സമയത്തിട്ടോ. അമ്മേൻ്റെ പണിത്തിരക്കുകൊണ്ട് മറന്നു പോകുന്ന കേട്ടോ അമ്മ. രാവിലെ പോകുന്ന അമ്മ വൈകുന്നേരമാണ് വരിക. അപ്പോൾ വന്നു കഴിയുമ്പോഴാണ് അമ്മ പറയാം നിൻ്റെ ബർത്ത്ഡേന് അല്ലെങ്കിൽ ഉണ്ണിറ്റാൻ്റെ ബർത്ത്ഡേന് എന്ന് പറയുക. അപ്പം ഞങ്ങൾ രണ്ടാളും കച്ചറ ഉണ്ടാക്കും. ഞാൻ പറയൂ അമ്മയ്ക്ക് ഓൻ്റെതേ ഓർമ്മയുള്ളൂ, ഓൻ പറയൂ അമ്മയ്ക്ക് ഓളതേ ഓർമ്മയുള്ളൂ. അതും ഒരു കാലം.